പാലക്കാട് നെന്മാറയിലും ഇലക്ഷൻ്റെ പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറക്കാൻ ശ്രമം. കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു. കോഴിക്കോട് വെള്ളിമാട് കുന്നൂലെ ADT സെൻറ്ററിലെ പേരാമ്പ്ര മണ്ഡലത്തിലെ മെഷീൻ സൂക്ഷിച്ച മുറി തുറന്ന് മുറിയുടെ അടുത്ത മുറി തുറന്നതിനെപ്പറ്റി. അത് വളരെ വിവാദമായിരുന്നു. അത് നടന്നതിന് ശേഷം പിറ്റേ ദിവസം ഇന്നലെ വീണ്ടും പാലക്കാട് നെന്മാറയിലെ സ്ട്രോങ് റൂം തുറക്കാനുള്ള ശ്രമം. എന്തുകൊണ്ടാണ് കളക്ടർമാർക്ക് ഇത്ര വിവരക്കേടുണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരിടത്തൊരു സംഭവം ഉണ്ടായി, കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ, അത് വളരെ വിവാദമായി. അത് തോക്കുന്ന സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും ഇലക്ഷന് എതിരായി, തോറ്റതിൻ്റെ കാരണത്തെപ്പറ്റി ഒക്കെ എതിരായി നല്ലൊരു കേസ് കൊടുക്കാനുള്ള ഗ്രൗണ്ടായി. അത് വെള്ളിമാട് കുന്നിലെ പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച മുറിയുടെ അടുത്ത മുറി തുറന്നു. ചില ഇലക്ഷൻ്റെ ചില സാധനങ്ങൾ അതിനടുത്ത മുറി വെച്ച് പൂട്ടി അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മളത് മനസ്സിലാക്കി. അത് വലിയ വിവാദമായെന്ന് എല്ലാ കളക്ടർമാർക്കും അറിയാം. പൊതുവിജ്ഞാനം വളരെ കുറവാണെന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കാത്തത് എന്ത്? ഇപ്പം പാലക്കാട് നെന്മാറയിൽ അതേ രീതിയിലൊരു ആരോപണം വന്നിരിക്കുന്നു. വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരുന്ന മുറിയുടെ അടുത്ത മുറി തുറന്നു. അത് തുറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികൾ ചിലർക്ക് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞെന്നും അത് റിട്ടേണായിട്ട് ലഭിച്ചില്ല എന്നും. ഏതായാലും ഇലക്ഷൻ കമ്മീഷണർ രത്തൻ യു കേൽക്കർ ആ ഉത്തരവ് ഉടൻ പുറപ്പെടുവിച്ചു. ഒരു കാരണവശാലും വോട്ടിംഗ് മെഷീൻ ഇരിക്കുന്ന സ്ട്രോങ് റൂമോ അതിന് തൊട്ടടുത്ത മുറികളോ തുറക്കാൻ പാടില്ല എന്ന് ഉത്തരവും കൊടുത്തു. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടി ഇത് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് റൂം തുറക്കുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന്. എന്തിനാണ് ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാമാന്യബോധവും വിവേകമൊക്കെ വേണ്ടേ നമ്മുടെ കളക്ടർമാർക്ക്? എന്തുകൊണ്ട് അവരത് പറഞ്ഞു? അതിന് ന്യായീകരിക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ചില പിഴവുകൾ മൂലം ഈ വോട്ടിംഗ് മെഷീൻ ഇരിക്കുന്ന സ്ട്രോങ് മുറിയുടെ അടുത്ത മുറിയിലേക്ക് അവർ ഇലക്ഷൻ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ട് പോയിരിക്കാം. അത് വെള്ളിമാട് കുന്നിലെ പ്രശ്നം വന്നപ്പം തന്നെ മറ്റുള്ള സ്ഥലത്ത് ഇതുപോലെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കാതിരിക്കുന്നതല്ലായിരുന്നു ഉത്തമം. കാരണം പെട്ടി എടുക്കുന്ന സമയം അത് കൗണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ആ മുറി തുറക്കാം. ഇത്ര വിവാദം ഉണ്ടാക്കരുതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൃത്യമായിട്ട് ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. അത് നേരത്തെ ഇടേണ്ടതായിരുന്നു. വെള്ളിമാട് കുന്നതിന് ശേഷം മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ഒരു കാരണവശാലും ഈ ഇലക്ഷൻ പെട്ടി ഇരിക്കുന്ന മുറിയോ അഡ്ജസ്റ്റൻ്റ് മുറിയോ തുറക്കാൻ പാടില്ല. അഡ്ജസ്റ്റൻ്റ് മുറി തുറന്നാൽ പല സ്കൂളുകളാണ്, പല കോളേജുകളാണ് മിക്കവാറും ഉള്ള സ്ഥലത്ത് ഈ ഇലക്ഷൻ മെഷീനെ സൂക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് അടുത്ത മുറിയിലേക്ക് അതിൻ്റെ മുകളിൽ കൂടെയോ തട്ടുംപുറത്ത് കൂടെയോ അല്ലെങ്കിൽ വലിയ ഭിത്തി കൂടെ കയറി ഇറങ്ങി പോകാം എന്നൊരു ന്യായമൊക്കെ പറയാൻ പറ്റും. ഏതായാലും ഈ രണ്ട് സ്ഥലത്തും, നെന്മാറയിലും അതുപോലെ കോഴിക്കോടും വെള്ളിമാട് കുന്നിലും, അവിടുത്തെ തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കാനോ ഇലക്ഷൻ ഇവിടെ വോട്ട് ചോർച്ചയുണ്ട് അല്ലെങ്കിൽ വോട്ട് പോൾ ചെയ്തിരിക്കുന്ന വോട്ട് മാറ്റി എന്നൊക്കെ ഒരു ആരോപണം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള ഗ്രൗണ്ടും ഉണ്ട്, അതിനൊരു ആരോപണമുണ്ട്. വെള്ളിമാട് കുന്നിലെ UDFൻ്റെ ഭാരവാഹികൾ പരാതി എഴുതി കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ നെന്മാറയിലും അവിടുത്തെ തങ്കപ്പൻ അവിടെ മത്സരിക്കുന്ന അദ്ദേഹം ഒരു പരാതി എഴുതി കളക്ടർക്ക് കൊടുത്തും കഴിഞ്ഞു. അതോടുകൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. രത്തൻ യു കേൽക്കറിൻ്റെ ഉത്തരവ് കൃത്യമായിരുന്നു. അതുകൊണ്ട് അഡ്ജസ്റ്റൻ്റ് മുറിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി അവിടെയും തുറക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ഗുരുവായൂരിലെ സ്ട്രോങ് റൂമിലെ CCTV ദൃശ്യം 1 മണിക്കൂർ കണ്ണടച്ചു എന്നാണ്. 4:30 മണി മുതൽ 5:30 മണി വരെ ഇന്നലെ വൈകിട്ട് അവിടെ CCTV പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ടാണ് CCTV പ്രവർത്തിക്കാതിരുന്നത്? അതേപ്പറ്റി വിശദീകരണം എന്തായാലും വേണ്ടി വരും. അതും വലിയ വിവാദമായിരിക്കുകയാണ്. തുടർച്ചയായി 3 ഇഷ്യൂ ആണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്ങിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന മുറിയുടെ അടുത്ത മുറികൾ തുറക്കുന്നത്. ഇവർക്കൊക്കെ സാമാന്യ ബുദ്ധിയില്ല, സാമാന്യ ബോധമില്ല. ഇത്ര വിവാദമാവുന്ന ഒരു സംഭവമാണ് അത്.
അത് ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞു, അത് മനസ്സിലാക്കാതെ വീണ്ടും പാലക്കാട് ഒരെണ്ണം ഉണ്ടായി. പിന്നെ ഗുരുവായൂരിലെ അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, അവിടെ CCTV ദൃശ്യം 1 മണിക്കൂർ പ്രവർത്തിച്ചില്ല. അപ്പോൾ കണ്ണടച്ചു CCTV. അവിടെ ആരോപണം കൊണ്ടുവരാം, എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ആരുടെ പാകപ്പിഴ, അതൊക്കെ ന്യായീകരണമൊക്കെ പറഞ്ഞാലും ശരി, ഇത്രയും വാശിയേറിയ ഒരു ഇലക്ഷൻ സമയത്ത് ഭരണകക്ഷിയും എതിർകക്ഷികളും വളരെ വാശിയോടും അതുപോലെ പണം ചിലവാക്കിയൊക്കെ നടത്തുന്ന ഒരു ഇലക്ഷനാണ്. അതീവ സുരക്ഷിതത്വം ഉള്ള ഈ സ്ഥലത്ത് ആരെങ്കിലും പ്രവേശിക്കുകയോ അതിനടുത്ത് പ്രവേശിക്കുകയോ ചെയ്താൽ അത് വലിയ വിവാദമാകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അടുത്ത മുറി തുറക്കാൻ പോലും ഒരു സാമാന്യബോധമുള്ളവരാരും ശ്രമിക്കാറില്ല. അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവാദമാകും, മനസ്സിലല്ല അതിലെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ന്യായീകരണം ഒരിടത്ത് പറഞ്ഞത്, നെന്മാറയിൽ പറഞ്ഞ് ഒരു ഡയറി വെച്ച് മറന്നുപോയി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അയാളുടെ ഡയറി അവിടെ ഇരിക്കട്ടെ, കൗണ്ടിങ് കഴിഞ്ഞ് എടുത്താൽ പോരെ, എന്താണ് ഇത്ര വിവാദം ഉണ്ടാക്കാനായിട്ട് വേണ്ടി അത് പോയി തുറന്ന്, അത് ന്യായീകരണമല്ല. അതേസമയത്ത് കളക്ടർ മാധവക്കുട്ടി അവിടെ മറ്റു ചില കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതേപ്പറ്റി വിശദമായി രണ്ടിടത്തും അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് ഭദ്രമായി സൂക്ഷിക്കണം. കാരണം തോക്കുന്ന സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഇതിന് എതിരായി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു അല്ലെങ്കിൽ പെട്ടിയിൽ കൃത്രിമം നടന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് കോടതി അത് പരിശോധിക്കേണ്ടിയും വരും.